ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് മൻമുള. പ്രധാന വാർത്തകൾ. അമ്പനാട് സമരം 6ാം ദിവസത്തിലേക്ക്. NK പ്രേമചന്ദ്രൻ MPയും CIT നേതാവ് മേഴ്സിക്കുട്ടിയമ്മയും സമരപ്പന്തലെത്തി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു.
മാവേലിക്കര AVT എസ്റ്റേറ്റിലും സമരത്തിന്റെ കേളികൊട്ടുയരുന്നു. സമരത്തിന് മുന്നോടിയായി തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാർച്ചും ധരണയും. കാട്ടാന നാട്ടിലിറങ്ങി കുളത്തൂപ്പുഴയിൽ ജനം പൊറുതിമുട്ടുന്നു. ഒടുവിൽ നിവർത്തികെട്ട ജനം തെരുവിലേക്ക്. വാർത്തകൾ വിശദമായി. അമ്പനാട് TRNT എസ്റ്റേറ്റിൽ തൊഴിലാളികൾ നടത്തുന്ന സമരം 6ാം ദിവസത്തിലേക്ക്. ഇടത് വലത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അമ്പനാട് TRNT എസ്റ്റേറ്റ് തൊഴിലാളികൾ നടത്തുന്ന സമരം 6ാം ദിവസത്തിലേക്ക്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗം കുട്ടിപ്പാപ്പ ജോസഫ്, തൊഴിലാളികളായ സരോജ, ജപമണി എന്നിവരാണ് നിരാഹാര സമരം അനുഷ്ഠിച്ചു വരുന്നത്. നേരത്തെ ജനപ്രതിനിധികളായ അയ്യമ്മാൾ, ബിജുലാൽ പാലസ്, ജൂലിയറ്റ് മേരി എന്നിവരാണ് നിരാഹാരം കിടന്നത്. CI2 AITUC യൂണിയനുകൾ എസ്റ്റേറ്റ് ഓഫീസ് പടിക്കലും INTUC എസ്റ്റേറ്റിന്റെ പ്രധാന കവാടത്തിലുമാണ് സമരം നടത്തുന്നത്. കൂലി കൂട്ടി നൽകുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. സമരത്തെ അഭിസംബോധന ചെയ്യുവാൻ ജനപ്രതിനിധികളും ട്രേഡ് യൂണിയൻ നേതാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അമ്പനാടിൽ എത്തുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് ലേബർ കമ്മീഷൻ ഓഫീസിൽ യൂണിയൻ നേതാക്കളും മാനേജ്മെന്റും തമ്മിൽ ചർച്ച നടത്തും. ചർച്ചയിൽ കൊല്ലം MP NK പ്രേമചന്ദ്രൻ, പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു എന്നിവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തെന്മല. കൊള്ളലാഭമുണ്ടായിട്ടും തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് എന്ന് CI2 അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് J മേഴ്സിക്കുട്ടിയമ്മ. അമ്പനാട് എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ സമരങ്ങളോട് അനുഭാവപൂർവ്വം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ഏത് പ്ലാന്റേഷൻ മേഖലയിലെ മുതലാളിയേക്കാൾ ഒരു തൊഴിലാളി വിരുദ്ധ മുതലാളിയാണ് നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റിന്റെ ഉടമയായ സ്വാമി. ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടു, തൊഴിലാളികൾക്ക് ചികിത്സാ സൗകര്യം യാതൊന്നുമില്ല. നിശ്ചയിച്ച കൂലി എന്ന് പറയുന്നത് വർക്ക് ലോഡ് നിശ്ചയിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പിഴയടിച്ച് തിരിച്ചു പണം പിടിക്കലാണ് ജോലി. ഒരു കാലിയെ വളർത്തിയാൽ കാലിയെ വളർത്തുന്നതിന് മാനേജ്മെന്റിന് കാശ് കൊടുക്കണമെന്നുള്ളത് ഒരു കേട്ടുകേൾവില്ലാത്ത സംഭവമാണ്. അപ്പോൾ തൊഴിലാളികളെ തൊഴിലാളിയായി അംഗീകരിക്കാൻ തയ്യാറില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ അടിമകളായി ഈ ആധുനിക യുഗത്തിൽ പ്ലാന്റേഷൻ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി തൊഴിലുടമകളുടെ അടിമയെന്ന മട്ടിലാണ് കാര്യങ്ങൾ കാണുന്നത്. അത് അനുവദിച്ചു കൊടുക്കാനേ പറ്റില്ല. മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം രാജ്യത്തുണ്ട്. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഈ തൊഴിൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാന്യമായി ജീവിക്കാനുള്ള കൂലിയും അതിനുള്ള പശ്ചാത്തല സൗകര്യവും ചികിത്സാ സഹായം, വിദ്യാഭ്യാസം അടക്കമുള്ളത് ഉറപ്പാക്കാൻ തൊഴിലാളികൾ നടത്തുന്ന ധർമ്മസമരം വിജയം കണ്ടേ അവസാനിക്കൂ. വിജയം വരെയും ഈ സമരം. ഇടതു വലതു സമരപന്തലുകൾ സന്ദർശിച്ച മേഴ്സിക്കുട്ടിയമ്മ CI2 AITUC യൂണിയനുകൾ സംഘടിപ്പിച്ച സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. CI2 കൊല്ലം ജില്ലാ പ്രസിഡന്റ് തുളസീധര കുറുപ്പ്, CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, ഇടതു നേതാക്കളായ S അബ്ദുൽ ഖാദർ, പ്രദീപ്, KG ജോയി, PB അനിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. മൂന്നാർ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ അവസ്ഥയേക്കാൾ പ്രാകൃതമാണ് അമ്പനാട് എസ്റ്റേറ്റ് തൊഴിലാളികളുടെ അവസ്ഥയെന്ന് MP NK പ്രേമചന്ദ്രൻ. അമ്പനാട് എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സമരപ്പന്തൽ സന്ദർശിച്ച ശേഷമാണ് MP ഇങ്ങനെ പ്രതികരിച്ചത്. തൊഴിലാളികളുടെ സമരം ന്യായമാണെന്നും സമരത്തിൽ ഇടപെടാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും MP പറഞ്ഞു. ഇടതു വലതു സമരപ്പന്തലുകൾ സന്ദർശിച്ച MP INTUC സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഇടപെട്ട് ഗുണപരമായ പരിഹാരം ഉണ്ടാക്കിയതുപോലെ തന്നെ അമ്പനാട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ നടത്തിവരുന്ന വളരെ പ്രധാനപ്പെട്ട ധാർമ്മികമായ സമരം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതാണ്. അമ്പനാട് എസ്റ്റേറ്റ് മേഖലയിലെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ചും ഭൗതിക പശ്ചാത്തലത്തെ സംബന്ധിച്ചും പരിശോധിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ മൂന്നാറിനേക്കാൾ പ്രാകൃതമായ ജീവിത സൗകര്യങ്ങളാണ് അമ്പനാട് മേഖലയിലെ TRNT എസ്റ്റേറ്റിൽ നിലവിലുള്ളത്. മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രി അടക്കമുള്ള കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതൃത്വം മൂന്നാർ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വളരെ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രാകൃതവും അപരിഷ്കൃതവുമായിട്ടുള്ള ലയങ്ങളിൽ ജീവിക്കുന്ന, വിദ്യാഭ്യാസ സൗകര്യങ്ങളോ വൈദ്യസഹായങ്ങളോ ലെവലേശം പോലും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അമ്പനാട് മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടു കൂടി കാണാൻ തയ്യാറാകണം. ഒപ്പം ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് സമരം ചെയ്യണമെന്നും MP ആവശ്യപ്പെട്ടു. മാമ്പഴത്തറ സലീം അധ്യക്ഷനായി. ടോമിച്ചൻ സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ പുനലൂർ മധു, ഇടമൺ ഇസ്മായിൽ, അയ്യമ്മാൾ, സഞ്ജയ് ഖാൻ, K ശശിധരൻ, RSP നേതാക്കളായ M നാസർ ഖാൻ, D ദിനേശൻ, അംബിക, വർഗീസ്, ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. അമ്പനാട് TRNT എസ്റ്റേറ്റിൽ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം. സമരക്കാർ വെച്ചുണ്ടാക്കുന്ന കപ്പയും കഞ്ഞുമാണ് തൊഴിലാളികളുടെ ഭക്ഷണം.
കാലാകാലങ്ങളായി സമരത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളുടെ പ്രധാന പ്രശ്നവും ഇതുതന്നെയാണ്. സമരം നീണ്ടുപോയാൽ ഭക്ഷണത്തിന് എന്തു ചെയ്യും എന്നതായിരുന്നു ചോദ്യം. മുൻകാലങ്ങളിൽ പലപ്പോഴും സമരക്കാർ മാനേജ്മെന്റിന് മുമ്പിൽ തോറ്റുകൊടുത്തതും ഇതുകൊണ്ട് തന്നെ. എന്നാൽ ഇത്തവണ തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചയ്ക്കും 26-ന് PLC തീരുമാനവുമാണ് തൊഴിലാളികളുടെ പ്രതീക്ഷ. സമരം ഒത്തുതീർപ്പായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സമരം നീളും. വരുമാനമില്ലാതെ കുടുംബ ചെലവും സമരത്തിന്റെ ചിലവും നോക്കണം. എന്നാൽ എന്തു തന്നെയായാലും സമാധാനപരമായി സമരം വിജയിക്കും വരെ മുന്നോട്ടു പോകാനാണ് തൊഴിലാളി കൂട്ടായ്മയുടെ തീരുമാനം. ഇതിനിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരക്കാർക്ക് അരിയും പയറും എത്തിച്ചു നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ശോഭ മെറ്റൽ സ്റ്റോർ. സ്റ്റീൽ, വെങ്കല പാത്രങ്ങൾ, പ്രസന്റേഷൻ സെറ്റുകൾ, നിലവിളക്കുകൾ, അന്ന അലൂമിനിയം പാത്രങ്ങൾ, പ്രസ്റ്റീജ്, ജാക്സൺ, ഐഡിയൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്രഷർ കുക്കേഴ്സ്, പ്രീതി മിക്സി, പിജിയൻ ഓട്ടോമാറ്റിക് സ്റ്റൗ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡറുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇഷ്ടാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ശോഭ മെറ്റൽ സ്റ്റോർ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475 2222 280 94472 06383. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15ാം വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ജനമനസ്സിൽ മാറി മാറി വരുന്ന പുത്തൻ പ്രതീക്ഷകൾക്കൊപ്പം വമ്പിച്ച വിലക്കുറവും എക്സ്ചേഞ്ച് മേളയും സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു.
തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. പ്രമുഖ കമ്പനികളായ വേൾപൂൾ, സാംസങ്, LG, ഗോദ്രേജ്, ഇലക്ട്രോലൈസ്, കെൽവിനേറ്റർ, സോണി, ഷാർപ്പ് എന്നീ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും റെപ്കോ, സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ചാലിയക്കര AVT എസ്റ്റേറ്റ് ഓഫീസിലേക്ക് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ ധരണ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സ് താമസയോഗ്യമാക്കുക, എസ്റ്റേറ്റിലെ ആശുപത്രി സേവനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ചാലിയക്കര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ എല്ലാ ട്രേഡ് യൂണിയനിലെ തൊഴിലാളികളും പങ്കെടുത്തു. എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ മുദ്രാവാക്യമുയർത്തി നിലകൊണ്ടു. തുടർന്ന് ചാലിയക്കര ജംഗ്ഷനിൽ ധർണ സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ദേശീയാടിസ്ഥാനത്തിൽ തന്നെ കുറഞ്ഞ ശമ്പളം 15,000 രൂപയെങ്കിലുമായി നിജപ്പെടുത്തണമെന്ന ആവശ്യമാണ് പൊതുപണിമുടക്കിൽ ഉന്നയിച്ചത്. ദിവസവേതനം 500 രൂപയായിട്ടെങ്കിലും നിജപ്പെടുത്തണമെന്നുള്ളത് ഒരു പൊതു ആവശ്യമായി ഉയർന്നു വരികയാണ്. അതാത് മേഖലയിലെ ലാഭനഷ്ടത്തിന്റെയും ജീവിത സാഹചര്യങ്ങളുടെയും ഒക്കെ ഫലമായി കൂലി വ്യവസ്ഥയിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും ഗൗരവതരമായ സ്ഥിതി വമ്പിച്ച വിലക്കയറ്റമാണ്. INTUC കൺവീനർ P. ചാക്കോ അധ്യക്ഷനായി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A. പ്രകാശ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്ലാന്റേഷൻ യൂണിയൻ CI2 ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ, M. മീരാപിള്ള, അഡ്വക്കേറ്റ് P. ലാലാജി ബാബു, AITUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് H. രാജീവൻ, INTUC നേതാവ് CR നജീബ്, CI2 നേതാവ് രവീന്ദ്രൻ പിള്ള, BMS നേതാവ് രാജേന്ദ്രൻ, സ്റ്റാഫ് യൂണിയൻ CI2 ജില്ലാ സെക്രട്ടറി T. അജയൻ, തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ, വാർഡ് മെമ്പർമാരായ സുരേന്ദ്രൻ, ചെല്ലപ്പൻ, പൊതുപ്രവർത്തകരായ KG ജോയി, നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികളുടെ അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ജില്ലയിലെ എല്ലാ തോട്ടം മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്ന് S. ജയമോഹൻ പറഞ്ഞു. 26-ന് PLC ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ ജില്ലയിലെ സർക്കാർ പ്ലാന്റേഷനുകളിലും സ്വകാര്യ തോട്ടങ്ങളിലും സമരം ശക്തമാക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്തനാപുരം മാർക്കറ്റ് ജംഗ്ഷനിൽ 22-ന് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾ ദീർഘകാലമായി UDFന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആ UDF നിന്ന് അകാരണമായി ഒരു കാരണവുമില്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി UDF വിടാൻ പാർട്ടി കൈക്കൊണ്ട തീരുമാനം, പാർട്ടിയുടെ ചെയർമാനും വൈസ് ചെയർമാനും കൈക്കൊണ്ട തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ പാർട്ടി വിടുവാൻ തീരുമാനം കൈക്കൊണ്ടത്. സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പ്രസംഗിക്കും. യോഗത്തിൽ കൊല്ലം DCC പ്രസിഡന്റ് V. സത്യശീലൻ അധ്യക്ഷനായിരിക്കും. കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും പ്രവർത്തകരെയും വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലയിൽ നിന്നും കേരള കോൺഗ്രസ് B വിട്ടുവരുന്നവർക്കും മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കടന്നുവരുന്നവർക്കും സമ്മേളനത്തിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. മെമ്പർഷിപ്പ് വിതരണം KPCC പ്രസിഡന്റ് VM സുധീരൻ നിർവഹിക്കും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തും. കേരള കോൺഗ്രസ് B വിട്ടുവരുന്ന AR ബഷീറിന്റെ നേതൃത്വത്തിൽ കല്ലുംകടവിൽ നിന്നും സമ്മേളന സ്ഥലമായ പത്തനാപുരത്ത് പ്രകടനമായി പ്രവർത്തകർ എത്തിച്ചേരും. കൊട്ടാരക്കലിൽ നിന്നും ബ്രജേഷ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. ഇരു കൂട്ടരെയും സമ്മേളന വേദിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കും. പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ ഭാരതിപുരം ശശി, ഡോക്ടർ സൂരനാട് രാജശേഖരൻ, KC രാജൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, പ്രയാർ ഗോപാലകൃഷ്ണൻ, പുനലൂർ മധു, G. രജികുമാർ, CR നജീബ്, MM നസീർ, ചാമക്കാല ജ്യോതികുമാർ, പ്രൊഫസർ മേരിദാസൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും DCC ഭാരവാഹികളും പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ ബാബു മാത്യു, M. ഷേഖ് പരീദ്, ചെമ്മനരുവി മുരളി, K. ഷാജഹാൻ, ഷിബു പള്ളിത്തോപ്പിൽ, JL നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
റബ്ബറിന് താങ്ങുവില ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇടമൺ റബ്ബർ ഉൽപാദക കേന്ദ്രം തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. ചെറുകിട റബ്ബർ കർഷകർ പ്രതിസന്ധിയിൽ. 650ഓളം ചെറുകിട റബ്ബർ കർഷകരാണ് ഇവിടെ അപേക്ഷ നൽകിയിട്ടുള്ളത്. അപേക്ഷ നൽകിയ റബ്ബർ കർഷകർക്ക് മൊബൈലിൽ മെസ്സേജ് വരികയോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. സമീപത്തുള്ള മറ്റു റബ്ബർ ഉൽപാദക കേന്ദ്രങ്ങളിൽ കൃത്യമായി നടപടികൾ നടക്കുമ്പോൾ ഇടമൺ റബ്ബർ ഉൽപാദക കേന്ദ്രത്തിൽ മാത്രം യാതൊരു തുടർ നടപടികളും സ്വീകരിക്കാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. റബ്ബറിന് കിലോഗ്രാമിന് 150 രൂപ താങ്ങുവില പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ല. നിലവിൽ റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇത് മറികടക്കാനായാണ് സംസ്ഥാന സർക്കാർ റബ്ബറിന് കിലോഗ്രാമിന് 150 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചത്. എന്നാൽ റബ്ബർ ഉൽപാദക കേന്ദ്രത്തിലൂടെ മാത്രം ചെറുകിട കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. എന്നാൽ ബന്ധപ്പെട്ടവരുടെ കുറ്റകരമായ അനാസ്ഥകൾ റബ്ബർ കർഷകർക്ക് കിട്ടേണ്ട പ്രയോജനം ഇല്ലാതാക്കുന്ന അവസ്ഥയാണുള്ളത്. ഇത് റബ്ബർ കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിനും ഇടയാകും. ചെറുകിട റബ്ബർ ഉൽപാദകർക്ക് ലഭിക്കേണ്ട സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില അടിയന്തരമായി ലഭ്യമാക്കുവാൻ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയ ജനം ഒടുവിൽ തെരുവിലിറങ്ങാൻ തീരുമാനിച്ചു. കുളത്തൂപ്പുഴയിലാണ് സംഭവം. കൂട്ടമായെത്തുന്ന കാട്ടാനയെ നിയന്ത്രിക്കാൻ അധികൃതർ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നാട്ടുകാർ റേഞ്ച് ഓഫീസ് ഉപരോധിക്കാൻ തീരുമാനിച്ചത്. ജില്ലയുടെ കിഴക്കൻ മലയോര ഗ്രാമമായ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരു വർഷത്തിൽ അധികമായി രാവും പകലും തുടരുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും ഇനിയും നടപടി ഉണ്ടാകുന്നില്ല. അധികൃതരിൽ വിശ്വാസം നഷ്ടപ്പെട്ട നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപവൽക്കരിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുവാനാണ് തീരുമാനം. പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി സെപ്റ്റംബർ 22-ാം തീയതി ചൊവ്വാഴ്ച കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസിലേക്ക് ജനകീയ പ്രതിരോധ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം. സമരത്തിന് പിന്തുണയുമായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ അടക്കമുള്ള വിവിധ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. 22-ന് രാവിലെ 9-ന് ESM കോളേജിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയിൽ നൂറുകണക്കിന് പ്രദേശവാസികൾ പങ്കെടുക്കുമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമുദായിക സംഘടനകളുടെയും പിന്തുണ സമരത്തിനുണ്ടെന്നും ജനകീയ സമരസമിതി കൺവീനർ റജി ഉമ്മൻ ചാനൽ ലൈവിനോട് പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കുളത്തൂപ്പുഴ മെഡിസിൻ പ്ലാന്റേഷന് സമീപത്ത് രാജൻ എന്ന വ്യക്തിയെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് ഞങ്ങൾ വിവിധ വാതിലുകളിൽ മുട്ടുകയുണ്ടായി. ജില്ലാ കളക്ടർ മുതൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ബഹുമാനമുള്ള ഉമ്മൻചാണ്ടി സാറ്, ഇവർക്കെല്ലാവർക്കും ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ നിവേദനങ്ങൾ കൊടുക്കുകയും ഇതിനു വേണ്ടുന്ന ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതുവരെയായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാത്ത കാരണത്താൽ ഇത് ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റുവാൻ ഈ സമീപവാസികൾ തീരുമാനിക്കുകയും അങ്ങനെ എല്ലാ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക സംഘടനകളുടെയും സഹകരണത്തോടുകൂടി ഈ ചൊവ്വാഴ്ച ദിവസം രാവിലെ 9 മണിക്ക് എക്സ് സർവീസ്മെൻസ് കോളനി ജംഗ്ഷനിൽ നിന്ന് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ഒരു ബഹുജന മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി കുളത്തൂപ്പുഴ ടൗണിനോട് ചേർന്ന് 16 ഏക്കറിൽ കൂട്ടമായി ഇറങ്ങിയ കാട്ടാന മണിക്കൂറുകളോളം നാട്ടുകാരെ പരിഭ്രാന്തരാക്കി. 16 ഏക്കർ സ്വദേശി സോമന്റെ വീടിന് സമീപത്തായാണ് കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങിയത്. മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ നിസാറിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം കാട്ടാനകളെ വിരട്ടി ഓടിച്ചത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ശ്രീനാരായണീയർ കന്നി 5-ന് ശ്രീനാരായണ സമാധി ദിനമായി ആചരിച്ചു. സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ 87ാമത് സമാധി ദിനമാണ് ശ്രീനാരായണീയർ ആചരിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പഠിപ്പിച്ച മഹാനായിരുന്നു ശ്രീനാരായണ ഗുരു. ഇടമൺ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നടന്ന അന്നദാനം വ്യത്യസ്തമായി. വിവിധ മതസ്ഥർ ഒരേ മനസ്സോടെ ഒരുമിച്ചാണ് ഇവിടെ അന്നദാനം സംഘടിപ്പിച്ചത്. അന്നദാനത്തിൽ നിരവധി ആളുകൾ പങ്കുകൊണ്ടു. ലൈവ് വാർത്ത, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and good. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 61801.
നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL ട്രേഡേഴ്സ് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL ട്രേഡേഴ്സ്, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി എന്നും രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്തിക്കോട്, അഞ്ചൽ. തേക്ക്, ഈട്ടി, നാടൻ പ്ലാവുകൾ തുടങ്ങിയ എല്ലാ തടികളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഒരേ ഒരു സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. തേക്ക്, ഈട്ടി തുടങ്ങിയ ഉറപ്പുള്ള നല്ല ഇനം തടികളിൽ നമ്മുടെ വീടിന് ആഡംബരത്തിന്റെ പർദീസയാക്കുവാൻ രേവതി ഫർണിച്ചർ എന്നും നിങ്ങളോടൊപ്പം. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. കോൺടാക്ട് 9447453601, 8136853601. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475-2220-357, 9745-201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. 2ാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. 3ാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. 4ാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. 5ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 6ാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. വാസ്തുശാസ്ത്ര രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും കഴിഞ്ഞ 20 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള അഞ്ചൽ രാജേന്ദ്ര സ്വാമികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ: സ്ഥാനനിർണയം, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേറ്റ് ആൻഡ് സൂപ്പർവിഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ആരാധനാലയങ്ങളുടെ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, വാസ്തു കൺസൾട്ടിംഗ്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ഈസ്റ്റ് HSSന് എതിർവശം, അഞ്ചൽ. ഫോൺ 9447340838. നെൽകൃഷിയിലൂടെ നൂറുമേനി വിളയിച്ച് പ്രദേശവാസികൾക്ക് വിസ്മയമാവുകയാണ് യുവ കർഷകനായ ഗിരീഷ്. അഞ്ചൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. നെൽവയലുകൾ നികത്തി റബ്ബറും തെങ്ങും വാഴയും നടാൻ ജനം വ്യഗ്രത കാട്ടുമ്പോൾ അവർക്ക് മാതൃകയാവുകയാണ് കൈപ്പള്ളിമുക്കിൽ സൗപർണികയിൽ ഗിരീഷ്. സ്വന്തം കൃഷിസ്ഥലത്ത് നടത്തിയ ആദ്യ നെൽകൃഷിയിലൂടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ യുവ കർഷകനുള്ള അവാർഡ് സ്വന്തമാക്കിയ ഗിരീഷ് പിന്നീട് നെൽകൃഷി തുടർന്ന് നടത്തുകയായിരുന്നു. മുൻ വർഷങ്ങളിൽ തന്റെ കൃഷിഭൂമിയിൽ നിന്ന് ലഭിച്ച നെല്ല് തന്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇപ്രാവശ്യം അത്യാവശ്യം നെല്ല് വിൽക്കാനും സാധിക്കുമെന്നാണ് ഗിരീഷ് പറയുന്നത്. തനിക്ക് നെൽകൃഷിയിലൂടെ യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും നെൽകൃഷി
കൃഷി ലാഭകരമായ കൃഷിയാണെന്നുമാണ് യുവ കർഷകന്റെ അഭിപ്രായം. ഞാൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, ആദ്യത്തെ പ്രാവശ്യം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ ആൾക്കാരെല്ലാം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി. ചെയ്യരുത്, അത് നഷ്ടത്തിലേ അവസാനിക്കത്തുള്ളൂ, സാമ്പത്തികം വെറുതെ കളയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരി, ഞാനത് കണക്കാക്കിയില്ല. പക്ഷേ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കാരണവശാലും ഇതൊരു നഷ്ടമല്ല എന്ന് വെച്ചാൽ നമ്മൾ മുടക്കുന്ന പൈസ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഇപ്പം കാപ്പിക്കായാലും ഊണിനായാലും വേണ്ടുന്ന നെല്ലരി ആഹാരം, നല്ല ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റുന്നു. അത് ഏറ്റവും വലിയൊരു നേട്ടമാണ്. തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ബിൽഡിംഗ് കോൺട്രാക്ടറായ ഗിരീഷ് തന്റെ തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് കൃഷി യാഥാർത്ഥ്യമാക്കുന്നത്. പക്ഷേ കൊയ്യാനെ കൊണ്ട് ആളില്ലാതെ വന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇന്നത്തെ ഒരു ദിവസം എന്റെ എല്ലാ സൈറ്റുകളും നിർത്തിവെച്ചുകൊണ്ട് എന്റെ ജോലിക്കാരെ എല്ലാവരെയും കൊണ്ടുവന്ന് അവരെ കൊണ്ട് കൊയ്ച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് കൊടുക്കേണ്ടുന്ന കൂലി നമുക്ക് മുതലാവും? തീർച്ചയായിട്ടും മുതലാവും എന്ന് വെച്ചാൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കണ്ടം എനിക്ക് കൊയ്ത് മാറ്റുകയും വേണം. അവർ അതുപോലെ തന്നെ അവരെന്നോടൊപ്പം ഇതുപോലെ സഹകരിക്കും, അവരെ സഹായിച്ചുകൊണ്ടിരിക്കുക. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേരള കോൺഗ്രസ് ബി പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ. അമ്മിണി, ശ്രീരാമണി, സാറാദേവി, ഭാനുമതിയമ്മ, ലക്ഷ്മിക്കുട്ടിയമ്മ, രാധാമണി, ലീല, സരോഹിനിയമ്മ. പത്തനാപുരം നിയമം സംബന്ധിച്ചോളം ഈ പാർട്ടി വളരെയേറെ ശക്തിയായ ഒരു പാർട്ടിയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയം നേടിക്കൊടുക്കുന്നതിന് എക്കാലവും പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ബി എന്ന പ്രസ്ഥാനം നമ്മൾ ഓർക്കണം. തീർച്ചയായും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ വളരെ ശക്തിയോടുകൂടി ഈ പാർട്ടി ഇവിടെ കാണും എന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വെട്ടിക്കവലയിൽ നിന്നും ആരംഭിച്ച ജാഥ MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജാഥ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയെ സ്വീകരിക്കാൻ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യം ഉയർത്തിയാണ് വാഹന പ്രചരണ ജാഥ പര്യടനം നടത്തുന്നത്. ഞായറാഴ്ച പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പനരുവിൽ ജാഥ സമാപിച്ചു. ഒക്ടോബർ 3 പത്തനാപുരത്ത് ശക്തി പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുവാനും നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. UDFും KB ഗണേഷ് കുമാറും തമ്മിലുള്ള തർക്കം പത്തനാപുരത്തിനെ വികസന മുരടിപ്പിലേക്ക് നയിക്കുന്നതായി ആക്ഷേപം. ഇതിന് ഉത്തമ ഉദാഹരണമാവുകയാണ് പത്തനാപുരം ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം അനിശ്ചിതത്തിൽ നീങ്ങുന്ന അവസ്ഥ. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. പ്രവർത്തനം ആരംഭിക്കാൻ സജ്ജമാക്കിയിട്ടുള്ള ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് CPI ആവശ്യപ്പെടുകയാണ്. ഉദ്യോഗസ്ഥതല നിയമനം ഉൾപ്പെടെ പൂർത്തിയായി എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കപ്പെട്ടതിനു ശേഷമാണ് നിലവിൽ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിലെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും ഏകപക്ഷീയമായി ഈ ഉദ്ഘാടന പരിപാടി തടസ്സപ്പെടുന്ന തരത്തിലുള്ള സമീപനം ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. MLA എന്നുള്ള നിലയിൽ ശ്രീ KB ഗണേഷ് കുമാർ അതിനാവശ്യമായ ഉദ്ഘാടനം നടത്തുന്നതിനാവശ്യമായ എല്ലാ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ UDF സർക്കാരിൻ്റെ ഭാഗത്ത് കോൺഗ്രസിലെ ചില നേതൃത്വത്തിൻ്റെ ഇടപെടലുകളുടെ ഫലമായിട്ടാണ് ഉദ്ഘാടനം നീണ്ടുപോകുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. UDFും കേരള കോൺഗ്രസ് ബിയും തമ്മിലുള്ള അകൽച്ചയാണ് ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം വൈകാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സ്ഥലം MLA KB ഗണേഷ് കുമാർ UDF മന്ത്രിസഭയിലായിരുന്നപ്പോൾ പത്തനാപുരത്ത് പുതുതായി അനുവദിച്ച CI ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഗണേഷ് കുമാർ ആവശ്യം അറിയിച്ചതനുസരിച്ച് ഫയർ സ്റ്റേഷൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപനം നടത്തുകയും അടിയന്തരമായി ജീവനക്കാരെ നിയമിക്കുകയും ആവണീശ്വരത്ത് സ്ഥലം കണ്ടെത്തി താൽക്കാലിക കെട്ടിടങ്ങൾ നിർമ്മിച്ചു ഫയർ സ്റ്റേഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഉദ്ഘാടന തീയതി തീരുമാനിച്ചെങ്കിലും പിന്നീട് ഉദ്ഘാടനം മാറ്റിവെക്കുകയായിരുന്നു. UDFും പിള്ള ഗ്രൂപ്പുമായുള്ള അകൽച്ച പത്തനാപുരം നിവാസികളുടെ വർഷങ്ങളായുള്ള ഫയർ സ്റ്റേഷൻ എന്ന സ്വപ്നം ഇല്ലാതാക്കുകയായിരുന്നു. പത്തനാപുരത്ത് തീപിടുത്തമോ മറ്റ് അത്യാഹിതങ്ങളോ സംഭവിച്ചാൽ കിലോമീറ്ററുകൾ ദൂരെയുള്ള പുനലൂരിൽ നിന്നോ കൊട്ടാരക്കലിൽ നിന്നോ ഫയർഫോഴ്സ് എത്തേണ്ട അവസ്ഥയാണിപ്പോൾ. UDF മന്ത്രിസഭയിൽ അംഗമായിരുന്ന KB ഗണേഷ് കുമാർ LDFിലേക്ക് ചേക്കേറുന്നുവെന്ന വാർത്ത പരന്നതോടെ പത്തനാപുരത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇല്ലാതായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പനാട് സമരം 6ാം ദിവസം
ദിവസത്തിലേക്ക് NK പ്രേമചന്ദ്രൻ MPയും CIT നേതാവ് മേഴ്സിക്കുട്ടിയമ്മയും സമരപ്പന്തലെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ചാലിയക്കര AVT എസ്റ്റേറ്റിലും സമരത്തിന്റെ കേളികൊട്ടുയരുന്നു. സമരത്തിന് മുന്നോടിയായി തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. കാട്ടാന നാട്ടിലിറങ്ങി കുളത്തൂപ്പുഴയിൽ ജനം പൊറുതിമുട്ടുന്നു. ഒടുവിൽ നിവർത്തികെട്ട ജനം തെരുവിലേക്ക്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.